നമസ്കാരം. ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ പേരിൽ പ്രകോപിതരായ ചില ഇറാനികൾ നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ പതാക അഗ്നിക്കിരയാക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പതാകയുടെ നിറവും അശോക ചക്രവും കണ്ട് നെഞ്ചുപിടയാത്ത ഒരു ഭാരതീയനും കാണില്ല. ഇറാൻ പരമോന്നത നേതാവ് ഖമേനി മരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പല കോണുകളിലും കണ്ട കാഴ്ച എന്തായിരുന്നു? സ്വന്തം നാട്ടിലെ ഒരു മഹാത്മാവ് മരിച്ചാലോ, രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു വീരജവാൻ വീരമൃത്യു വരിച്ചാലോ കാണിക്കാത്ത അമിതാവേശം ഒരു വിദേശിയുടെ വിയോഗത്തിൽ ഇവർ കാണിച്ചു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും കറുത്ത ചിത്രങ്ങൾ, പ്രാർത്ഥനകൾ. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? ആ രാജ്യം ഇവർക്ക് എന്താണ് നൽകിയത്? സത്യത്തിൽ ഈ വൈകാരികത ഒരു തരം അന്ധതയാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെയോ ഇവിടെയുള്ള മതേതരത്വത്തെയോ ഒട്ടും ഉൾക്കൊള്ളാത്ത ചിലർ തങ്ങളുടെ രാഷ്ട്രീയ മതത്തിന്റെ അജണ്ടകൾക്ക് വേണ്ടി ഇത്തരം വിദേശ ഭരണാധികാരികളെ വാഴ്ത്തുന്നു. ഖമേനി മരിച്ചപ്പോൾ കരഞ്ഞ അതേ കണ്ണുകൾ ഇപ്പോൾ ഇന്ത്യൻ പതാക കത്തിക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നത്? ഇതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ പിന്നെന്താണ് പറയേണ്ടത്? ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, നമ്മൾ എന്നും ലോക സമാധാനത്തിനു വേണ്ടി വാദിച്ചവരാണ്. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ഇന്ത്യ എടുത്ത ധീരമായ നിലപാട് ലോകം കണ്ടതാണ്. അന്ന് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ച അഭിമാനത്തിന്റെ പതാകയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ധീര ജവാന്മാർ നമുക്കുണ്ട്. അവർക്ക് പകരം വിദേശ രാജ്യത്തെ പ്രീണിപ്പിക്കാൻ നടക്കുന്നവർ ചരിത്രത്തെ മറന്നവരാണ്. ഇന്ത്യ എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ്. നമ്മൾ അമേരിക്കയിലോ ഇസ്രയേലിനെയോ അന്ധമായി പിന്തുണയ്ക്കുന്നവരല്ല. ഭാരതം എപ്പോഴും അതിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇറാനെതിരെ നമ്മൾ ഒരു യുദ്ധവും പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാനിലെ ചബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യ വഹിച്ച പങ്ക് ലോകമറിയുന്നതാണ്. വർഷങ്ങളായി നയതന്ത്രപരമായ ഉറ്റ സൗഹൃദമാണ് ഇന്ത്യ ഇറാന് നൽകുന്നത്. എന്നിട്ടും എന്തിനാണ് ഇറാനികൾ നമ്മുടെ പതാക കത്തിക്കുന്നത്? ചില തീവ്രവാദ ചിന്താഗതിക്കാർ പറയുന്ന ന്യായീകരണം ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വാദം? നയതന്ത്ര ബന്ധങ്ങൾ എന്നാൽ പരസ്പര ബഹുമാനമാണ്. നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിക്കുന്ന ഒരു രാജ്യത്തോട് വിധേയത്വം കാണിക്കുന്നത് ശരിയായ പ്രവണതയാണോ? നമ്മുടെ വിദേശ നയം എന്നത് ഇന്ത്യ ഫസ്റ്റ് എന്നതാണ്. അതിൽ വിട്ടുവീഴ്ചയുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ അതീവ ഗൗരവകരമാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുമ്പോൾ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ചിലർ ഇതിൽ ഇത്രയധികം ആവേശം ഉൾക്കൊള്ളുന്നത്? സാമ്പത്തിക സഹായം അയക്കാൻ പോലും ചിലർ ഓടി നടക്കുന്നു. സ്വന്തം നാട്ടിലെ പട്ടിണി പാവങ്ങളെ കാണാത്ത കണ്ണുകൾക്ക് അന്യനാട്ടിലെ യുദ്ധക്കളം കാണാൻ കഴിയുന്നുണ്ട്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക എന്ന പേരിൽ പണം പിരിക്കുന്നു. ആ പണം എങ്ങോട്ടാണ് പോകുന്നത്? ആയുധങ്ങൾ വാങ്ങാനോ അതോ തീവ്ര പ്രവർത്തനങ്ങൾക്കോ? ഇത് വ്യക്തമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വന്തം രാജ്യത്തിൻ്റെ പതാക കത്തിക്കുന്നത് കണ്ടിട്ടും അതിനെ ന്യായീകരിക്കുന്നവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ അഭിമാനം ഈ ത്രിവർണ പതാക തന്നെയാണ്. അത് കത്തിക്കുന്നവൻ ആരായാലും, അത് ഏതെങ്കിലും വിദേശ രാജ്യമായാലും നട്ടലോടെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയണം. ദേശസ്നേഹം എന്നത് വെറുമൊരു വാക്കല്ല, അത് നമ്മുടെ ജീവിത രീതിയാണ്. രാജ്യം സുരക്ഷിതമാകണം. നമ്മുടെ പതാക എന്നും ഉയർന്നു തന്നെ നിൽക്കണം. അതിന് തുരങ്കം വെക്കുന്നവരെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും തയ്യാറുമാകണം. BJP വിഭാവനം ചെയ്യുന്നത് ഒരു രാജ്യം ഒരു ജനത ഒരു ലക്ഷ്യം എന്നതാണ്. അവിടെ അന്യരാജ്യത്തെ ഭരണാധികാരികൾക്ക് സ്തുതി പാടുന്നവർക്ക് സ്ഥാനമില്ല. നമ്മൾ എന്തിനാണ് നമ്മുടെ പതാകയെ അപമാനിക്കുന്നവർക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്യുന്നത്? കേരളത്തിലെ ചില ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഇസ്ലാമിസ്റ്റ് തീവ്രവാദം എങ്ങനെയാണ് പതുക്കെ ദേശവിരുദ്ധതയായി മാറുന്നതെന്ന് നാം കാണുന്നുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളെ നാം ഫലപ്രദമായി പ്രതിരോധിക്കണം. ഇറാനിൽ നമ്മുടെ പതാക കത്തിയപ്പോൾ മിണ്ടാതിരിക്കുന്നവർക്ക് നാളെ ഇതിലും വലിയ അപമാനം സംഭവിച്ചാലും മിണ്ടാതിരിക്കാൻ സാധിക്കും. കാരണം അവരുടെ കൂറ് ഈ മണ്ണിനോടല്ല, തങ്ങളുടെ രാഷ്ട്രീയ മതത്തിനോട് തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യ അവഹേളിക്കാൻ ശ്രമിച്ച സന്ദർഭങ്ങളിൽ അതിനെ ശക്തമായി നേരിട്ട പാരമ്പര്യമാണ് നമുക്കുള്ളത്. പക്ഷേ സ്വന്തം നാട്ടുകാർ തന്നെ ആ സംഘത്തിൽ ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാം ജാഗരൂകരാകണം. ഇനിയെങ്കിലും നാം ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് ഇത്രയധികം ഊർജം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്നത്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് തികച്ചും ബാലൻസ്ഡ് ആണ്. ലോക സമാധാനത്തിനു വേണ്ടി വാദിക്കുന്ന ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധരാണ്. നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച വേദനയും പോരാട്ടവും ഇന്നത്തെ തലമുറ തിരിച്ചറിയണം. പതാക എന്നത് വെറും ഒരു തുണിക്കഷ്ണമല്ല നമുക്ക്, അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മാഭിമാനം കൂടിയാണ്. നമ്മുടെ തലമുറയ്ക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. തെറ്റായ വാർത്തകളും വിദേശ അജണ്ടകളും പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിൽ വായടച്ച് ഇരിക്കരുത്. ഭാരതത്തിൻ്റെ ഭാവി ശോഭനമാക്കാൻ ദേശവിരുദ്ധതയെ എങ്ങനെ എതിർക്കണമെന്ന് നാം പഠിക്കണം. ദേശീയത എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അപ്പുറമാണ്. അത് നമ്മുടെ ചോരയിലാണ് നിറഞ്ഞിരിക്കുന്നത്.
ഇന്ന് ഇറാനിൽ പതാക കത്തിയെങ്കിൽ നാളെ അത് മറ്റേതെങ്കിലും രാജ്യം ചെയ്തേക്കാം. പക്ഷേ ആരും ഭാരതീയനെ തരം താഴ്ത്താൻ ധൈര്യപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി മാറണം. രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കാത്തവർക്ക് മറ്റേത് രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പഠിച്ചാലും അത് വെറും കപടമായ സ്നേഹം മാത്രമായിരിക്കും. ഇറാനിൽ സംഭവിച്ച ഈ നിന്ദ്യമായ പ്രവൃത്തിക്കെതിരെ പ്രതികരിക്കാൻ മടിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരോടാണ് കൂറ് പുലർത്തുന്നതെന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. സ്വയം ചോദിച്ചു നോക്കൂ. ഇന്ത്യക്കാരായിരിക്കുക എന്നത് അഭിമാനകരമായ ഒന്നാണ്. അത് ഏതെങ്കിലും വിദേശ ഭരണകൂടത്തിൻ്റെ ഔദാര്യമല്ല. നാം ഭാരതീയർ, നമ്മുടെ പതാക, നമ്മുടെ അഭിമാനം. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഏത് സാഹചര്യവും നമ്മുടെ ദേശീയതയ്ക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുക. നയതന്ത്രം എന്നത് ഒരേ സമയം സ്നേഹവും അതേസമയം രാജ്യസുരക്ഷയുമാണ്. ഇറാനുമായി ഇന്ത്യ കാലങ്ങളായി പുലർത്തുന്ന സൗഹൃദം ഒരു ഭാഗത്തുണ്ട് എങ്കിലും ആ സൗഹൃദം ഒരിക്കലും നമ്മുടെ ദേശീയതയെ അടിയറ വെച്ചുകൊണ്ടുള്ളതല്ലെന്ന് ഈ അവസരത്തിൽ നമ്മൾ ഉറക്കെ പറയണം. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചില കോണുകളിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ ഒരുതരം മതപരമായ ഐക്യദാർഢ്യം ദേശസ്നേഹത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് കാണാൻ കഴിയുന്നു. സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടുത്തെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നവർ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി അമിതമായ വികാരം പ്രകടിപ്പിക്കുന്നു. ഇതിനെ വെറും ഒരു പിന്തുണയായി കാണാൻ കഴിയില്ല. ഇവിടുത്തെ സാമൂഹിക ഘടനയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിത്. ഇറാനികൾ നമ്മുടെ പതാക കത്തിച്ച ദൃശ്യങ്ങൾ കണ്ടിട്ടും ആ വീഡിയോയെ എഡിറ്റ് ചെയ്തതെന്നും ആരോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്നുമൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തോടുള്ള കൂറ് പണയപ്പെടുത്തുകയാണ്. ഒരു യഥാർത്ഥ ഭാരതീയന് പതാക കത്തിക്കുന്നത് ഏത് രാജ്യം ചെയ്താലും അത് ഹൃദയത്തിൽ മുറിവേൽപ്പിക്കും. എന്നാൽ ഇവിടെ കാണുന്നത് വിരോധാഭാസമാണ്. പതാക കത്തിയെരിയുമ്പോൾ ആ വേദന അനുഭവിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ തന്ത്രപ്പെടുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? ഇതാണ് കേരളത്തിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന രാഷ്ട്രീയ മതത്തിൻ്റെ വികലമായ മുഖം. നമ്മൾ ഭാരതീയരാണ്, നമുക്ക് നമ്മുടെ പതാകയാണ് വലുത്, അതിനെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പറയാനുള്ള ആർജവം ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും നമ്മൾ കാണിക്കണം. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശസ്നേഹം എന്നത് പലപ്പോഴും പരിഹസിക്കപ്പെടേണ്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് സ്വാതന്ത്ര്യം എന്ന പേരിൽ ചില തീവ്ര ഗ്രൂപ്പുകൾ നടത്തുന്ന ആശയ പ്രചാരണങ്ങൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുമുണ്ട്. ഇറാൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുന്ന പലരും ഇറാന്റെ ഭരണകൂടം തങ്ങളുടെ സ്വന്തം ജനതയോട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവിടെയാണ് ഇവരുടെ കപടതയുടെ ചുരുളഴിയുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഭാരതത്തിൻ്റെ ദേശീയതയെ തകർത്ത് പകരം വിദേശ ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നവരുടെ നീക്കങ്ങളെ നമ്മൾ ശക്തമായി നേരിടണം. ചരിത്രം നോക്കുക. ഏത് രാജ്യത്താണോ ദേശീയതയ്ക്ക് മുകളിൽ അന്യരാജ്യ സ്നേഹം വളർന്നത്, ആ രാജ്യങ്ങൾ പിന്നീട് വലിയ തകർച്ചകളിലേക്കാണ് അഭിമുഖീകരണം നടത്തിയത്. നമുക്ക് യുവതലമുറയെ ഇതിൽ നിന്ന് രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയുമാണത്. പതാക കത്തിക്കുന്നതിനെ ന്യായീകരിക്കുന്നവർക്ക് ചരിത്രത്തിലെ പാഠങ്ങൾ അന്യമായിരിക്കാം. പക്ഷേ നമുക്കതല്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുടെ രക്തം വീണ മണ്ണാണിത്. ഇവിടെ ആരും നമ്മുടെ പതാകയെ അപമാനിക്കാൻ പാടില്ല. ഇതിനെതിരെ നമ്മൾ ശബ്ദിച്ചില്ല എങ്കിൽ നാളെ ചരിത്രം നമ്മളെ കുറ്റപ്പെടുത്തും. ദേശീയത എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അപ്പുറമാണ്. അത് നമ്മുടെ ചോരയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിദേശ അജണ്ടകളെ തിരിച്ചറിയാനും അവയെ നട്ടലോടെ ചോദ്യം ചെയ്യാനും കേരളത്തിലെ ഓരോ പൗരനും സാധിക്കണം. നമ്മൾ BJP ആണെന്ന് അഭിമാനത്തോടെ പറയാം. കാരണം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാരതത്തെയാണ്, മറ്റേതെങ്കിലും മരുഭൂമിയിലെ ഭരണാധികാരികളെയല്ല. നമുക്ക് നമ്മുടെ പതാകയെ നെഞ്ചേറ്റാം, അതിനെ അപമാനിക്കുന്നവരെ ഒറ്റപ്പെടുത്താം. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കാര്യമല്ല. ഇത് ഓരോ ഭാരതീയൻ്റെയും അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. നാം ഒന്നാണ്, നമ്മുടെ രാജ്യം ഒന്നാണ്. ഈ തിരിച്ചറിവ് ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.